ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് മാളികപ്പുറം എന്ന ചിത്രം. വലിയൊരു സ്വീകാര്യതയാണ് ഈ ചിത്രത്തിന് എവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP നേതാവായ കെ. സുരേന്ദ്രൻ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഒരു കുറിപ്പ് പങ്കുവച്ചത്. മാളികപ്പുറം കണ്ടു. ശബരിമലയിൽ പോയി അയ്യപ്പസ്വാമിയെ തൊഴുതു മടങ്ങിയ ഫീൽ. ഏതൊരു അയ്യപ്പ ഭക്തനെയും കണ്ണു നിറയിക്കുകയും കൈയടിപ്പിക്കുകയും ശരണം വിളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ സിനിമ. ശബരിമലയ്ക്ക് പോയവർക്കെല്ലാം തങ്ങളുടെ യാത്രയിൽ എവിടെയൊക്കെയോ അനുഭവപ്പെടുന്ന സ്വാമിയുടെ ഒരു സാന്നിധ്യമുണ്ട്. അതാണ് മാളികപ്പുറത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്തൻ്റെ കൂടെ ഈശ്വരൻ മനുഷ്യരൂപത്തിലെത്തും എന്ന സിനിമയിലെ ഡയലോഗ് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. മുത്തശ്ശിയിലൂടെ 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് പകർന്നു കിട്ടിയ അയ്യപ്പ ഭക്തിയും തൻ്റെ സ്വാമിയെ കാണാനുള്ള ആ പെൺകുട്ടിയുടെ അതിയായ ആഗ്രഹവും അതിനുവേണ്ടി അവൾ എടുക്കുന്ന റിസ്ക്കും സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു. രണ്ടാം പകുതിയിൽ ഉണ്ണി മുകുന്ദൻ ആറാടുകയാണ്. വനത്തിലെ ഫൈറ്റ് സീനും പശ്ചാത്തല സംഗീതവും നമ്മെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്നു. കാന്താരയിലെ ക്ലൈമാക്സ് രംഗത്തെ പോലെ ഉജ്ജ്വലമാണ് ഉണ്ണിയുടെ ഫൈറ്റ് രംഗങ്ങളും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കുട്ടികളുടെ അഭിനയമാണ്. കല്ലു മാളികപ്പുറവും ഉണ്ണിസ്വാമിയും പ്രേക്ഷകരുടെ ഹൃദയം കവരുന്ന പ്രകടനമാണ് നടത്തിയത്. സൈജു കുറുപ്പും രമേശ് പിഷാരടിയുമെല്ലാം തങ്ങളുടെ റോൾ ഭംഗിയാക്കി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ചിത്രം നെഞ്ചോട് ചേർത്ത് വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും കെ. സുരേന്ദ്രൻ കുറിക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ നേതാവായ ആന്റോ ആന്റണിയും ചിത്രത്തെക്കുറിച്ചുള്ളൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ശബരിമല ഉൾപ്പെടുന്ന നാടിൻ്റെ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഭക്തി പുരസ്സരമുള്ള സ്വീകരണം എന്നും അനുഭവിച്ചറിയാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അയ്യപ്പൻ അവർക്കെല്ലാം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ശക്തി സ്രോതസ്സാണ്. ആ ദിവ്യ തേജസ്സിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായ ഒരു ചലച്ചിത്രം. റിലീസ് ദിവസം തന്നെ കണ്ടതിൻ്റെ അനുഭൂതിയിലാണിത് കുറിക്കുന്നത്. പ്രിയ സുഹൃത്ത് ആന്റോ ജോസഫും വേണുകുന്നപ്പള്ളിയും ചേർന്ന് നിർമ്മിച്ച വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറം എന്ന സിനിമയെ ഒറ്റ വാചകത്തിൽ കേരളത്തിൻ്റെ കാന്താര എന്ന് വിശേഷിപ്പിക്കാം. അത്രത്തോളം ഉജ്ജ്വലമായാണ് അത് പ്രേക്ഷകരിലേക്ക് ഭക്തിയുടെയും അതിലെ നിഷ്കളങ്കതയുടെയും മനോഹരമായ മുഹൂർത്തങ്ങൾ പകർന്ന് ഒടുവിൽ കോരിത്തരിപ്പിക്കുന്ന ക്ലൈമാക്സോടെ പര്യവസാനിക്കുന്നത്. കല്യാണി എന്ന 8 വയസ്സുകാരിയും അവളുടെ കൂട്ടുകാരനായ പീയൂഷും നടത്തുന്ന ശബരിമല യാത്രയ്ക്കൊപ്പം പ്രേക്ഷകർ തീർത്ഥയാത്ര ചെയ്യുകയാണ്. ശബരിമല കാണുകയാണ്, അനുഭവിക്കുകയാണ്, അവിടുത്തെ ചൈതന്യം നുകരുകയാണ്. തത്വമസി അഥവാ അത് നീയാകുന്നു എന്നാണ് ശബരിമലയിൽ കൊത്തിവച്ചിരിക്കുന്ന തത്വം. ഈ സിനിമ നമ്മോട് പറയുന്നതും അതുതന്നെ. പീയൂഷും കല്യാണിയും നമ്മൾ തന്നെയാണ്. ഈ 2 കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച ദേവനന്ദ, ശ്രീപദ്യാൻ എന്നീ കുട്ടികളിൽ ഈശ്വര സ്പർശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ആന്റോ ആന്റണി കുറിച്ചത്. ദൈവം തൊട്ടനുഗ്രഹിച്ച ചിത്രമാണ് മാളികപ്പുറമെന്നും പറയുന്നു.